വന്യജീവി ആക്രമണ വിഷയത്തിൽ വിവാദ പരാമർശവുമായി വീണ്ടും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ എത്തിയിരിക്കുകയാണ്. വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് മന്ത്രിയുടെ ചോദ്യം. വനാതിർത്തിയിലുള്ളവരും വനത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല. വാഹനാപകടമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കും പറയാനാകില്ല. അതുപോലെ തന്നെയാണ് വന്യജീവി ആക്രമണമെന്നും പറഞ്ഞു വെക്കുകയാണ് വനം വകുപ്പ് മന്ത്രി. വിവരങ്ങളുമായി പ്രശാന്ത് ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, അങ്ങേയറ്റം വാസ്തവവിരുദ്ധമായ പ്രസ്താവന, ഉത്തരവാദിത്വമില്ലായ്മയാണ് വനമന്ത്രിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാത്രം പാലോട് മാത്രമാണ് പുറത്തുള്ള ഒരാൾ വനത്തിനകത്തേക്ക് കയറി കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബാക്കി മരണങ്ങളെല്ലാം നടന്നത് എങ്ങനെയാണ് എന്നതുപോലും മന്ത്രിക്ക് അറിയില്ല. മാനന്തവാടിയിൽ രാധ എന്ന സ്ത്രീ ഈ കടുവയുടെ ആക്രമണത്തിന് ഇരയാകുന്നത് എസ്റ്റേറ്റിന് നടുവിൽ വെച്ചാണ്. ഇതുപോലും അറിയാതെ ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്ന ചില കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇത്തരത്തിൽ അബദ്ധം വിളമ്പുകയാണ് സംസ്ഥാനത്തിന്റെ വനമന്ത്രി. പ്രശാന്ത്, നിലിപ, തീർച്ചയായും ആക്രമണങ്ങൾ നടക്കുന്നത് ജനവാസ മേഖലയിലും മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ പ്രദേശങ്ങളിലെല്ലാമാണ് ഈ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ മരണങ്ങൾ നടന്നിട്ടുള്ളത് എല്ലാം അത്തരം സാഹചര്യങ്ങളാണ്. അതായത് ഈ വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തുള്ള മലയോര മേഖലകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായി പെരുകുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ മേഖല എന്ന് പറയുന്നത് ഇടുക്കിയും പാലക്കാടും വയനാടും ആണ്. ഈ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സ്ഥലത്ത് ആണ് ഇത്തരത്തിൽ ഏറ്റവും ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടന്നത് ജനവാസ മേഖലകളിലാണെന്ന് വ്യക്തമാകുന്നുണ്ട്. അതായത് ക്രൂരമൃഗങ്ങളായ കടുവയും പുലിയും ഒക്കെ വന്യമൃഗങ്ങൾ എല്ലാം ഇവിടേക്ക് നമ്മുടെ ജനവാസ മേഖലയിലേക്കാണ് ഇറങ്ങി വരുന്നത്. അങ്ങനെ സാഹചര്യം ഉണ്ടാകുമ്പോൾ അത്തരം സംഭവങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ തെറ്റിദ്ധാരണാജനകമായ പരാമർശം, അല്ലെങ്കിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള നിരുത്തരവാദമായിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത്. അതായത് അതിക്രമിച്ചു കയറുന്നതാണ്, കാടിലേക്ക് അതിക്രമിച്ചു കയറുന്നതാണ് ഇത്തരത്തിൽ മരണങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ കാരണമെന്നാണ് മന്ത്രി പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കാടിലേക്ക് വനാവകാശ നിയമങ്ങളുണ്ട്. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ, അങ്ങ് ഈ വനമന്ത്രിയുടെ പ്രസ്താവന ശ്രദ്ധിച്ചു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങയുടെ അറിവിലേക്ക് കൂടി ഞാനതൊന്ന് ബ്രീഫ് ചെയ്യാം. വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് മന്ത്രിയുടെ വിചിത്രമായ ചോദ്യം. വനാതിർത്തിയിലുള്ളവരും വനത്തിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെ കാണാം വനമന്ത്രിയുടെ പ്രസ്താവനയെ? മന്ത്രിയുടെ പ്രസ്താവന യഥാർത്ഥത്തിൽ വളരെ ഗൗരവതരമായ ഒരു രൂപത്തിൽ ഒരു കാര്യത്തിലേക്കാണ് കണ്ണു തുറക്കേണ്ടത്. കാരണം ബഫർ സ്റ്റോക്കിനെ കുറിച്ച് കേരളത്തിൽ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വനാതിർത്തിക്ക് പുറത്ത് ഒരു ബഫർ സ്റ്റോക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാടിനോട് യോജിച്ചാൽ പിന്നെ വനാതിർത്തി താമസിക്കുന്ന ആളുകൾക്ക് വനത്തിലോട്ട് കയറാനേ സമ്മതിക്കില്ല. അതിന് അഡ്വാൻസ് ആയിട്ട് തന്നെ ശ്രീ എ.കെ. ശശീന്ദ്രൻ ചോദിക്കുകയാണ് മറ്റുള്ള ആളുകൾ എന്തിനാണ് വനത്തിക്കുന്നത്. അപ്പോൾ വനാതിർത്തിയിലുള്ള ആളുകൾക്ക് വനത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു തടസ്സവും നിയമ തടസ്സവും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് നാളെ വരാൻ പോകുന്ന ഒരു ബഫർ സ്റ്റോക്ക് അതിനു വേണ്ടിയാണ് ഈ നിലപാടെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ഒരു കാരണവശാലും സാധ്യമല്ല. കർഷകരെല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് ഈ ബഫർ സോണിനെ എതിർക്കുകയാണ്. അതുകൊണ്ട് ബഫർ സോൺ വരുത്തുക എന്നുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ തിരുവഞ്ചൂർ, വാഹനാപകടമോ ആത്മഹത്യയോ പോലെ ഒന്നായി ഈ വന്യജീവി ആക്രമണത്തെ ഈ മന്ത്രി കാണുകയാണ്. നമുക്കറിയാം, ഈ മാനന്തവാടിയിൽ രാധ എന്ന സ്ത്രീ മരിച്ചത് കടുവ പിടിച്ചുകൊണ്ടുപോയത് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുമ്പോഴാണ്. അപ്പോൾ എവിടെ വെച്ചാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത് പോലും നിശ്ചയമില്ലാതെ എന്തിനാണ് നിങ്ങൾ വനത്തിനകത്തേക്ക് കയറിപ്പോയി ഇത്തരത്തിൽ വന്യജീവികളുടെ ആക്രമണം ഏറ്റുവാങ്ങുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം വനത്തിലുള്ള വന്യജീവികൾ നാട്ടിലൊക്കെ ഇറങ്ങുന്നതാണ്. അത് അദ്ദേഹം കാണുന്നതേ ഇല്ല. മനുഷ്യൻ വനാതിർത്തിയിൽ നിന്ന് വനാതിർത്തിയിലേക്ക് കയറുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വളരെ വിലപിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം വന്യജീവികൾ മുഴുവൻ വനത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങുകയാണ്. അവിടെ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല.
വന്യമൃഗങ്ങളെ വനത്തിൽ മാത്രം നിർത്തത്തക്ക വിധത്തിലുള്ള പുതിയ പദ്ധതിയെക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്. അതിനു പകരം വന്യജീവി അക്രമത്തിന് വിധേയരാകുന്ന സാധാരണക്കാരായ ആളുകളെ വീണ്ടും അവമാനിക്കുവാനും ചെറുതാക്കാനും മന്ത്രി ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. ശ്രീ തിരുവഞ്ചൂർ, ഈ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മന്ത്രി ഒന്നും അറിയുന്നില്ല എന്നായിരിക്കാം ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കേണ്ടത്. അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് നോക്കാറില്ല. കാരണം അദ്ദേഹം പാർട്ടിക്കകത്ത് തന്നെയുള്ള ഫുള്ളി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ ഭരണകാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണഗതിയിൽ അദ്ദേഹം ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നുന്നതേയില്ല. വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്. വന്യജീവി ആക്രമണ വിഷയത്തിൽ വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. പ്രശാന്തിലേക്ക് കൂടി പോകുകയാണ്. പ്രശാന്ത്, ഇത് ഈ വിവാദ പ്രസ്താവനയെ പ്രതിപക്ഷം വളരെ കൃത്യമായി ഏറ്റെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. പ്രശാന്ത്, കേൾക്കാമോ? ദൂരവ്യാപകമായി ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായ പരാമർശം അദ്ദേഹം നടത്തിയിരുന്നു. അത് വലിയ രീതിയിൽ വിവാദമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ ഒന്നുകൂടി വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി എ കെ ശശീന്ദ്രനോട് കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വീണ്ടും ആ പരാമർശത്തിൽ തന്നെ വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്. വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ നേരത്തെ താൻ പറഞ്ഞ നിലപാട്, ആ നിലപാടിലേക്ക് വീണ്ടും ഒന്നുകൂടി ആ നിലപാടിനെ ഊട്ടി ഉറപ്പിക്കുന്നത്. അതായത് ഇത്തരം പരാമർശം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് വനത്തിനെ അതിക്രമിച്ച് കയറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ മന്ത്രി ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വനമേഖലയ്ക്കുള്ളിലേക്ക്, വനത്തിൻ്റെ പ്രദേശങ്ങളിലേക്കുള്ളിലേക്ക് കയറുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ കയറുന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാൻ, വന്യജീവി ആക്രമണം ഉണ്ടാകാൻ കാരണമാകുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം വന്നിരിക്കുന്നത്. എന്നാൽ വസ്തുത എന്ന് പറയുന്നത് മറ്റൊന്നിരിക്കെ അദ്ദേഹത്തിൻ്റെ പരാമർശം തെറ്റിദ്ധാരണജനകമാണെന്നുള്ള പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ പരാമർശങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. പലരും വിമർശനാത്മകമായി തന്നെ മന്ത്രിയുടെ പരാമർശത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ഇത്തരമൊരു പരാമർശം നടത്താൻ പാടില്ല എന്നതടക്കമുള്ള അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയാം, വനമേഖലയിലേക്ക് വനവുമായി ബന്ധപ്പെട്ട, വനനിയമവുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയങ്ങളിൽ അടക്കം നോക്കുമ്പോൾ വനവാസി മേഖലയിൽ താമസിക്കുന്ന വനവാസികൾ, ആദിവാസികൾ എന്ന് പറയുന്ന ആ വിഭാഗങ്ങൾക്ക് മാത്രമാണ് വനത്തിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് വനസമ്പത്ത് സ്വീകരിക്കുവാനുള്ള നിയമമുള്ളത്. അത് നേരത്തെ തന്നെയുള്ള നിയമമാണ്. അതിൻ്റെ ആ നിയമത്തെ പിൻപറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ആ നിയമത്തെ പിൻപറ്റിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ കയറുന്നുണ്ട്, ആ കയറുന്നതാണ് അപകടം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാക്കാൻ കാരണമാകുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ നമുക്കറിയാവുന്നതാണ്. കാരണം ചില ഗോത്ര വിഭാഗങ്ങളുണ്ട്. ആ ഗോത്ര വിഭാഗങ്ങൾക്ക് മാത്രമായിട്ട് വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാനും വനസമ്പത്തുകൾ സ്വീകരിക്കുവാനും അടക്കമുള്ള അതിനും ചില നിബന്ധനകൾ ആ നിയമപ്രകാരമുണ്ട്. എന്തൊക്കെ എടുക്കാം, എന്തൊക്കെ സ്വീകരിക്കാം എന്നടക്കമുള്ള നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ചുറ്റിപ്പറ്റിയാണുള്ളത്. മറ്റ് പൗരന്മാർക്ക് മരത്തിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെതായ നിയമങ്ങളുണ്ട്, നിയമവശങ്ങളുണ്ട്, പെർമിഷനുണ്ട്. അല്ലാതെ അതിക്രമിച്ച് കയറുന്നവർ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് കയറുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ മാവോയിസ്റ്റ് പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് വനസമ്പത്ത് കവരുന്നതിനുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ആളുകളായിരിക്കാം മറ്റ് ഈ വനത്തിൽ അതിക്രമിച്ച് കയറുന്നത്. അതിന് നിയമ നടപടി സ്വീകരിക്കുന്നതിന് മറ്റ് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഫോറസ്റ്റും പോലീസും അടക്കമുള്ളവർ അതിന് പ്രത്യേകം വകുപ്പുകളുണ്ട്, പ്രത്യേകം നിയമങ്ങളും വശങ്ങളും ചട്ടങ്ങളും ആവശ്യത്തിലുണ്ട്. എന്നിരിക്കെയാണ് ഈ ഇത്രയും ഗൗരവമായ വിഷയത്തിൽ ഈ വനാതിർത്തിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഈ ജനവാസ മേഖലകളിലേക്ക് ഈ വന്യമൃഗങ്ങൾ കൂട്ടമായി ഇറങ്ങുകയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സർക്കാരായി മാറുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഈ പിണറായി സർക്കാരിനെതിരെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ, ജനങ്ങൾ കൂട്ടമായി പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ, ശരി പ്രശാന്ത്, വന്യജീവി ആക്രമണത്തിൽ വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ.